വിഷ്ണുവിൻ്റെയും പ്രീതിയുടെയും മനസ്സിലുള്ളത് തൻ്റെ പ്രതിബിംബം തന്നെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആകെ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സത്യഭാമ. ചോദിക്കാതെ തന്നെ മകൻ്റെ മനസ്സ് മനസ്സിലാക്കണം. അവൻ്റെ മനസ്സിലെന്നും ശാലിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ ശേഷവും നീ സുസ്മിതയെ വീണ്ടും അവനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. ഇതൊക്കെ നിന്റെ തെറ്റാണ്. പിന്നീട് മകൾ ഗർഭിണിയാണെന്ന് അതും അമ്മയോട് പറയാനായിട്ട് മടിച്ചു. അപ്പോൾ നീയൊരു ലോക പരാജയമല്ലേ എന്നൊക്കെ പ്രതിബിംബം സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്ക് ഊഹിച്ചൂടെ? സ്വന്തം അമ്മയുടെ മനസ്സ് മക്കൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ നിന്റെ സ്ഥാനം എവിടെയാണെന്ന് നിനക്ക് ഊഹിച്ചുകൂടെ എന്ന് തുടരെ അത് ചോദിക്കുമ്പോൾ ആകെ കണ്ണീരോടെ തന്നെ നിൽക്കുകയാണ് സത്യഭാമ. ഒരമ്മ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഭാര്യ എന്ന നിലയിലും നീ നന്നായി പരാജയപ്പെട്ടു. എല്ലാം മനസ്സിലാക്കിയിട്ടും ഭാര്യയോട് ഭർത്താവെല്ലാം പറയാനായിട്ട് മടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കേട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നോ? സുസ്മിത പറയുന്നതാണല്ലോ നിനക്ക് വേദവാക്യം. നിനക്ക് സ്വന്തമായിട്ട് കണ്ണോ കാതോ ഒന്നുമില്ല. സുസ്മിത കാണുന്നതേ നീ കാണൂ, സുസ്മിത കേൾക്കുന്നതേ നീ കേൾക്കൂ. സുസ്മിതയുടെ തലച്ചോറ് വെച്ചാണ് നീ പ്രവർത്തിക്കുന്നത് പോലും എന്നൊക്കെ പറഞ്ഞങ്ങ് പരിഹസിക്കുകയാണ് സത്യഭാമയുടെ പ്രതിബിംബം സത്യഭാമയെ. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് നീ ഇപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ പ്രതിബിംബം പറയുകയാണ്, നിനക്ക് ഭർത്താവും മക്കളും ഒക്കെ നോക്കാനായിട്ട് നിന്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളൊരു മറയുണ്ട്. ആ മറയുടെ പേരാണ് സുസ്മിത. നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ മാനം കെടുത്തിയത് നിന്റെ ഭർത്താവോ മക്കളോ മരുമക്കളോ ആരുമല്ല, നിന്റെ പ്രിയ തോഴിയുടെ മകൾ സുസ്മിത തന്നെയാണ്. അന്നേരം ദേഷ്യത്തോടെ നിർത്തുന്നു പറയുകയാണ് സത്യഭാമ. ഇനിയെങ്കിലും നീ ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിന്നെ നാട്ടുകാർ പരിഹസിക്കും. നിന്നെ മുന്നിൽ നിർത്തി അവൾ മത്സരിക്കുന്നത് ശാലിനിയോടാണ്. ശാലിനി എവിടെ നിന്നും പുറത്താക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷേ പലതവണ അവൾ അതിൽ തോറ്റു. സത്യവും നീതിയും ശാലിനിയുടെ പക്ഷത്തായതുകൊണ്ട് നീയോ സുസ്മിതയോ ഇനി ജയിക്കാൻ പോകുന്നില്ല. അതൊക്കെ പറയുന്നത് കേട്ട് ആകെ അങ്ങ് കലിതുള്ളുകയാണ് സത്യഭാമ. ആ പ്രതിബിംബം ശാലിനിയെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോഴും നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ചെവി പൊത്തുകയാണ് ഭാമ. തുടർന്നും സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്നൊരു ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് സത്യഭാമ. നീ എന്തൊക്കെ പറഞ്ഞാലും ശാലിനിയെ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അതങ്ങ് മായുകയാണ്. തുടർന്ന് നിലത്ത് എന്തോ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ട് വീണ്ടും വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ തുടരെ വാതിൽ മുട്ടുകയാണ്. അന്നേരം ആകെ ദേഷ്യം കൊണ്ട് ജനൽ കമ്പിയിൽ പിടിച്ചങ്ങനെ നിൽക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, വാതിൽ അടച്ചിട്ടിരിക്കുകയല്ലേ മോനെ, അവൾ എന്തെങ്കിലും കടുങ്കൈ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അമ്മേ വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കുമെന്ന്. തുടർന്ന് വിഷ്ണു പ്രീതിയെയും ശാലിനിയെയും മാറ്റി നിർത്തിയിട്ട് ബലമായിട്ട് വാതിൽ തള്ളി തുറക്കുകയാണ്. അന്നേരം അവരകത്തേക്ക് കയറുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്, എന്താ സത്യഭാമ ജീവൻ എടുക്കിയെന്ന് നിങ്ങൾ എല്ലാവരും കരുതിയോ? അങ്ങനെ എന്തായാലും നിങ്ങൾക്കൊരു പ്രതീക്ഷ വേണ്ട. എനിക്ക് നേരിട്ട അപമാനത്തിന് പലിശയടക്കം പകരം വീട്ടിയിട്ട് ഈ സത്യഭാമ പോകൂ. അന്നേരം അമ്മയ്ക്ക് എന്ത് അപമാനമാണ് സംഭവിച്ചതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്. എന്നിട്ട് ശാലിനി നോക്കി പറയുകയാണ്, മറ്റുള്ളവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവൾ കെട്ടിയാടിയ നാടകം, അതിന് ഈ സത്യഭാമയ്ക്ക് പട്ടും വളയും നാട്ടുകാർ സമ്മാനിക്കുമെന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? സത്യഭാമയുടെ ദേഷ്യവും തന്നോടുള്ള സംസാരവും ഒക്കെ കണ്ട് ആകെ അങ്ങ് പേടിച്ചു നിൽക്കുകയാണ് അന്നേരം ശാലിനി. തേച്ചാലും മാച്ചാലും ഈ അപമാനം ഒരിക്കലും പോകില്ല. സ്വന്തം മകൾക്ക് അവളുടെ ഭർത്താവിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ പോകുന്ന ഒരു രക്തരക്ഷസാക്കി മാറ്റിയില്ലേ ഈ സത്യഭാമയെ നിങ്ങളെല്ലാവരും ചേർന്ന്? ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പുറത്തുനിന്നും ഒരു മാലാഖ പറന്നെത്തിയിരിക്കുന്നു. എന്നിട്ട് ശാലിനിയെ പിടിച്ചു പറയുകയാണ്, നാട്ടുകാർക്ക് പറഞ്ഞ് രസിക്കാനായിട്ട് പാണൻ്റെ പാട്ട് പോലെ ഒരു അത്ഭുത കഥയായി മാറിയില്ലേ ഇത്? അന്നേരം ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ രാഘവേട്ടൻ മിണ്ടരുതെന്ന് സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം അമ്മ എനിക്ക് വേണ്ടിയിട്ടല്ലേ ശാലിനി ഇതൊക്കെ ചെയ്തതെന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടിയല്ലേ? ഇത്രയും കാലം നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ നിന്നത് ആരാണ്? പ്രസവിച്ച് പാലൂട്ടി വളർത്തി ഇത്രയും വലുതാക്കിയ ഞാനല്ലേ നിന്റെ കൂടെ നിന്നത്? നിനക്കിത് എന്നോട് പറയാമായിരുന്നു. എന്നിട്ട് വീണ്ടും ശാലിനിയെ പിടിച്ചു പറയുകയാണ്, ഇവൾ നടത്തിയ നാടകമല്ലേ ഇത്? തുടർന്ന് സത്യഭാമയുടെ പിടിയിൽ നിന്നും ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് വിഷ്ണു പറയുന്നുണ്ട്, അമ്മ ഇവളിതൊന്നും എന്നോട് പോലും പറഞ്ഞില്ല എന്ന്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, നിന്നോട് പറഞ്ഞില്ല, അത് ശരി തന്നെ, നിനക്ക് വിശ്വാസമാണ് എന്നല്ലേ നീ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നത്? പക്ഷേ ആ വിശ്വാസം അവൾക്ക് നിന്നോടില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് മുമ്പിലെങ്കിലും അവൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നില്ലേ എന്നൊക്കെ ശാലിനിയെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ അങ്ങ് വാതോരാതെ പറയുകയാണ് സത്യഭാമ. ഇതെല്ലാം കേട്ട് ഉത്തരമൊന്നും പറയാനാകാതെ ശാലിനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കരഞ്ഞു പ്രീതിയും ഒരു മറുപടിയും പറയാതെ രാഘവൻ നായരും നിൽക്കുകയാണ്.
തൻ്റെ കുടുംബത്തിനേറ്റ അപമാനത്തിന് എന്തെങ്കിലും മറുപടി നിനക്ക് പറയാനുണ്ടോടി എന്ന് ശാലിനിയോട് ഭാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, സത്യഭാമ അമ്മയ്ക്ക് ഞാൻ മൂലം എന്തെങ്കിലും അപമാനമുണ്ടായെങ്കിൽ കാലം അതിനുള്ള ശിക്ഷ എനിക്ക് നൽകും. അന്നേരം ഭാമ പറയുന്നുണ്ട്, സത്യഭാമയുടെ കോടതിയിൽ കാലമോ ഇന്നലെയും ഇന്നുമോ നാളെയും ഒന്നുമില്ല. ഇന്ന് ഈ നിമിഷം എന്തായാലും അതിനുള്ള മറുപടി നീ പറഞ്ഞേ മതിയാകൂന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, സത്യാമ്മയ്ക്ക് ഞാൻ മൂലം എന്തെങ്കിലും അപമാനമുണ്ടായെങ്കിൽ മനസ്സറിഞ്ഞ് ഞാൻ മാപ്പ് ചോദിക്കാം എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് തൊഴുതു നിൽക്കുമ്പോൾ ശാലിനിയുടെ കവാലത്തിന് ആഞ്ഞടിക്കുകയാണ് സത്യഭാമ. അന്നേരം വീണ്ടും ശാലിനിയെ പിടിച്ചു മാറ്റി, അമ്മ ഇതെന്താണ് കാണിക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു മുന്നിലേക്ക് വരികയാണ്. അന്നേരം പറയുകയാണ്, നീ മിണ്ടിപ്പോവരുത്. ഇവള് മാപ്പ് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമോ സത്യഭാമയ്ക്കുണ്ടായി ഈ അപമാനമൊക്കെ? സത്യഭാമയുടെ അഭിമാനം മൊത്തം ഈ നാട്ടുകാരുടെ മുമ്പിൽ പോയില്ലേ? അതിന് മാനം എന്താണെന്ന് ഇവൾ അറിയണം. ഇവൾക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ല താനും. ഒരു ചായക്കടക്കാരിക്ക് മാനത്തെ പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അവരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ മൂടി വെക്കേണ്ടി വരും. പക്ഷേ ഇവിടെ സത്യഭാമയ്ക്ക് ആ വംശപരമ്പര നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അത് ഇവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാന്നും പറഞ്ഞ് ശാലിനിയെ ആക്ഷേപിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് സത്യഭാമ. അന്നേരം വിഷ്ണു വീണ്ടും, അമ്മേ ഞാൻ പറയുന്നത് അമ്മയൊന്ന് മനസ്സിലാക്കുമെന്ന് പറയാൻ തുടങ്ങിയാണ്. അന്നേരം എനിക്ക് ആരും പറയുന്നത് കേൾക്കണ്ട, കടന്നു പോടാന്നും പറഞ്ഞ് വിഷ്ണുവിനോട് മുറിയിൽ നിന്നും ഇറങ്ങി പോകാൻ പറയുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണു റൂമിൽ നിന്നും അങ്ങ് പോകുന്നു. അതിനുശേഷം ശാലിനിയെ രൂക്ഷമായിട്ടങ്ങ് നോക്കി നിൽക്കുകയാണ് സത്യഭാമ. ശാലിനിയാണെങ്കിൽ പേടിച്ച് മുറിവിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ആകെ കലിതുള്ളി ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയങ്ങ് രോഷം കൊണ്ട് നിൽക്കുകയാണ് സത്യഭാമ. തുടർന്ന് പ്രീതിയും അങ്ങ് റൂമിൽ നിന്ന് പോവുകയാണ്. പിന്നീട് രാഘവൻ നായരും ഭാമയും മാത്രമാകുന്നു റൂമിൽ. ആ സമയത്തും കല്യാണപ്പന്തലിൽ താലിയും പിടിച്ച് തനിക്കുണ്ടായ അപമാനമോർത്ത് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും തന്നെ ഇരിക്കുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന പ്രീതിയെ വന്ന് ആശ്വസിപ്പിക്കുകയാണ് ശാലിനി. എന്തൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞില്ലേ, വിട്ടുകള എന്നൊക്കെ. അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കുമോ എന്ന്, ഞാൻ ചെയ്ത തെറ്റല്ലേ എന്നൊക്കെ. അന്നേരം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രീതി പറയുകയാണ്, എനിക്കെല്ലാം അമ്മയോട് തുറന്നു പറയാമായിരുന്നു, എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നോ? അന്നേരം ശാലിനി പറയുകയാണ്, അതൊക്കെ ശരി തന്നെ, വെറുതെ ഇനി മനസ്സ് വിഷമിപ്പിച്ച് ആരോഗ്യം കളയണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അന്നേരം എനിക്കൊന്നും വേണ്ട, വിശപ്പ് തോന്നുന്നില്ല എന്ന് പറയുകയാണ് പ്രീതി. തുടർന്ന് ശാലിനി പറയുകയാണ്, ഈ സമയത്ത് വിശന്നിരിക്കാൻ പാടില്ല, അത് വാവയ്ക്കും കേടാണ്. ആദ്യം നമുക്ക് അച്ഛനും സത്യാമ്മയ്ക്കും ഭക്ഷണം കൊടുക്കാം, പിന്നീട് നമുക്ക് കഴിക്കാം. അന്നേരം ഞാനോ കൊടുക്കേണ്ടതെന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, അതെ, അവരൊന്നും കഴിച്ചിട്ടില്ല, പ്രീതി തന്നെ കൊണ്ടുപോയി കൊടുക്ക്. തുടർന്ന് മടിച്ചു നിൽക്കുന്ന പ്രീതിയെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് ഭക്ഷണം കഴിക്കാനും അവർക്ക് കൊടുക്കാനുമായിട്ട് ശാലിനി. തുടർന്ന് ഭാമയുടെ മുറിയിലേക്ക് പ്രീതിയും ശാലിനിയും ഭക്ഷണമായി എത്തുന്നുണ്ട്. വാതിൽക്കൽ നിന്ന് തന്നെ ശാലിനി പറയുകയാണ്, രാവിലെ മുതൽ ഇവിടെ ആരും ഭക്ഷണം കഴിച്ചിട്ടുമില്ല, എല്ലാവർക്കും നല്ല വിശപ്പുമുണ്ട്. എന്നിട്ട് പ്രീതിയോട് പറയുകയാണ്, പ്രീതി അമ്മയ്ക്ക് കൊടുക്കുക, ഞാൻ അച്ഛന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി രാഘവൻ നായരുടെ അടുത്തേക്ക് കട്ടിലിൽ ഭക്ഷണവുമായിട്ട് ചെന്നിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർക്ക് ഭക്ഷണമെടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ് ശാലിനി. അന്നേരം എനിക്ക് വേണ്ടാന്ന് പറയുന്നു. തുടർന്ന് ശാലിനി പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഭക്ഷണം കഴിച്ചിട്ടല്ലേ മരുന്ന് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ, കുറച്ചെങ്കിലും കഴിക്കൂന്നും പറഞ്ഞ് രാഘവൻ നായർക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ശാലിനി. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെങ്കിലും സത്യഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സത്യഭാമയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കണ്ണുകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നുണ്ട് പ്രീതിയോട് ശാലിനി. അന്നേരം കൊടുക്ക് എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ഭാമ അങ്ങനെ നടക്കുമ്പോൾ രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ ശാലിനി പറയുകയാണ്, ഭക്ഷണത്തിനോട് എന്തിനാണ് വാശി കാണിക്കുന്നത്? നിങ്ങൾ മുതിർന്നവർ കഴിക്കാതിരുന്നാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ കഴിക്കും? നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ. ഓരോന്നാലോചിച്ച് പെരുപ്പിച്ചുകൊണ്ടിരുന്നാൽ ഒന്നിനും പരിഹാരമാകില്ല എന്നൊക്കെ രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് സത്യഭാമയെ ഒന്ന് നോക്കി ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ, മതി, എനിക്ക് ഇത്രയും മതി എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട്, അമ്മയ്ക്ക് ഇതുവരെയും കൊടുത്തില്ലേ പ്രീതി എന്നും പറഞ്ഞ് പ്രീതിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ച് സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ്. അമ്മയെന്ന് വിളിക്കുമ്പോൾ സത്യഭാമ കണ്ണാടിയിൽ കൂടി ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുകയാണ്, അമ്മേ ഭക്ഷണം കഴിക്ക്, സംഭവിച്ചതെല്ലാം എന്തായാലും നല്ലതിനല്ലേ, അമ്മയും ഒരു പേരക്കുഞ്ഞിനെ ആഗ്രഹിച്ചതല്ലേ, നടന്നതിനെല്ലാം ഞങ്ങളൊക്കെ മാപ്പ് തന്നിട്ട് അമ്മയെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഭക്ഷണം നീട്ടുകയാണ് സത്യഭാമയ്ക്ക് നേരെ. അന്നേരം ദേഷ്യത്തോടെ തിരിഞ്ഞ് സത്യഭാമ ആ പാത്രം അങ്ങ് ദൂരേക്ക് തട്ടിക്കളയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടടി നിന്റെ ആഹാരവും ഊട്ടും ഉപദേശവും ഒന്നും എനിക്ക് വേണ്ട.
അന്നേരം അമ്മ എന്തായി കാണിച്ചതെന്നും പറഞ്ഞ് പ്രീതി ഓടി വന്ന് ഭാമയുടെ കയ്യിൽ പിടിക്കുകയാണ്. അന്നേരം അത് തട്ടിക്കളഞ്ഞിട്ട് നീയും ഇവളെ കണ്ട് പഠിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് പ്രീതിയോട് സത്യഭാമ. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം പിന്നെ എന്തിനാണ് അത് പ്രീതിയോട് കാണിക്കുന്നത്? അന്നേരം ദേഷ്യത്തോടെ ഭാമ പറയുകയാണ്, ആരോട് എന്തു പറയണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. കൂടെ നിന്ന് ചതിച്ചവളാണ് ഇവളെന്ന് പ്രീതിയെ നോക്കി പറയുന്നു. അന്നേരം അമ്മയെന്നും പറഞ്ഞ് വീണ്ടും പ്രീതി വിളിക്കുമ്പോൾ മിണ്ടരുത് നീ എന്നും പറഞ്ഞ് കൈ ഉയർത്തി കാണിക്കുകയാണ് സത്യഭാമ. അന്നേരം ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ രാഘവൻ നായരോടായി പറയുകയാണ്, അമ്മ എന്നൊരു ബോധം ഇവൾക്ക് സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിൽ സുസ്മിതയുമായിട്ട് വിഷ്ണുവിൻ്റെ വിവാഹം ഉറപ്പിക്കുമ്പോഴെങ്കിലും ഇവൾക്കിതെല്ലാം എന്നോട് പറയാമായിരുന്നു. സുസ്മിതയ്ക്കുണ്ടായ അപമാനത്തിന് ആര് സമാധാനം പറയും? സത്യഭാമയുടെ വാക്കാണ് ഇവിടെ തെറ്റിയത്, ഒന്നല്ല ഇപ്പോൾ 2 വട്ടമായി. ഈ സത്യഭാമയ്ക്കുണ്ടായ അപമാനത്തിന് ഞാൻ ആരോടും ക്ഷമിക്കാൻ പോകുന്നില്ല. അന്നേരം വീണ്ടും അമ്മയെന്നും പറഞ്ഞ് പ്രീതി നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരോട് ഭാമ പറയുകയാണ്, രാഘവേട്ട കടന്നു പോകാൻ പറയും 2 പേരോടും, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ 2 പേരെയും വെളിയിൽ കളയും. അന്നേരം രാഘവൻ നായർ മക്കളെ നിങ്ങളിപ്പോൾ പോന്ന് പറയുകയാണ്. അന്നേരം ആദ്യം അങ്ങ് പ്രീതി പോകുന്നു, പിന്നീട് ശാലിനിയും പോവുകയാണ്. ഭാമയുടെ ദേഷ്യമൊക്കെ കണ്ടിട്ട് രാഘവൻ നായർ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്നാണാവോ ഭാമ അവളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നത്? തുടർന്ന് കല്യാണപ്പന്തലിരിക്കുന്ന സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. അന്നേരം ശാലിനി വന്നതെന്ന് സുസ്മിത ശ്രദ്ധിക്കുന്നില്ല. സുസ്മിത അങ്ങ് ദേഷ്യത്തോടെ എന്തൊക്കെ ആലോചിച്ച് താലിയും പിടിച്ചങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ വിജയഭാവത്തിൽ ശാലിനി അങ്ങ് ആത്മവിശ്വാസത്തോടു കൂടി സുസ്മിതയുടെ അടുത്ത് ചെന്നങ്ങ് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്